അങ്ങനെ ആദ്യമായിട്ട് നമ്മുടെ സ്വന്തം ഇടവകയിൽ പെരുന്നാളിന് പോവാം കേട്ടോ. 3 പേരുണ്ട്. ഞങ്ങൾ ആദ്യമായിട്ടാണ് 3 പേരും ഒന്നിച്ചിട്ട് പെരുന്നാൾ കൂടാൻ വേണ്ടി പോയത്. എത്തിയപ്പോൾ തന്നെ നല്ല ലേറ്റായി. പകുതി കുർബാനയാണ് നമുക്ക് കൂടാൻ പറ്റിയത്. പിന്നെ പ്രദക്ഷിണം മെയിനായിട്ടുള്ളത് അതാണല്ലോ. നമ്മൾ പ്രദക്ഷിണം ഇറങ്ങുന്ന സമയമായിട്ടോ. അപ്പം എല്ലാവരും ഇങ്ങനെ പള്ളിയിൽ നിന്ന് ഇറങ്ങി വരുന്നൊരു ഇതാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മണിക്കട പെരുന്നാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ ഒരു അത്ഭുതം പോലെ. അത് പണ്ടാണെങ്കിലും എന്തായാലും നമ്മുടെ ഇടവക തൊണ്ടിയിലാണെങ്കിലും മണിക്കട പെരുന്നാൾ ഞങ്ങൾ പോകും കേട്ടോ. ആൻറ്റിക്ക് അവിടെ ഉള്ളതുകൊണ്ട് കുഞ്ഞുനാളിലേ പോയിക്കൊണ്ടിരിക്കുന്നതാണ്. മണിക്കട പെരുന്നാളാണ് ആദ്യം തുടങ്ങുന്നത്. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ തൊണ്ടിപ്പള്ളിയിൽ തുടങ്ങുന്നത്. അപ്പം ഞങ്ങൾ 3 പേരും ഒരുപാട് ആഗ്രഹിച്ച് പോയതാണ് കേട്ടോ. എന്നാലും കുർബാന ഒരു പകുതി ഞങ്ങൾ ലൈവായിട്ട് കൂടിക്കൊണ്ട് പോയി. ആദ്യം തൊട്ട് തുടക്കം ലൈവ് ഉണ്ടായിരുന്നു. അപ്പോൾ അതങ്ങനെ ലൈവായിട്ട് കൂടി അവിടെ എത്തിയപ്പോഴത്തേക്കും പ്രസംഗമായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല രസമാണ്. പ്രദക്ഷിണം ഇറങ്ങുന്ന സമയമായി. നല്ല കുഞ്ഞു പിള്ളേരെല്ലാം നല്ല കളർ ഉടുപ്പുകളും ബലൂണുകളും. പിന്നെ നമുക്ക് ഏറ്റവും എനിക്കിഷ്ടം വാദ്യമേളം കേട്ടോ, ചെണ്ടമേളം. അതെന്ന് പറഞ്ഞാൽ ഒരു ഒന്നൊന്നരയല്ലേ. എത്ര കേട്ടാലും നമുക്ക് മതി വരില്ലല്ലോ. ശരിക്കും പറഞ്ഞാൽ ആ ഒരു താളത്തിൽ നമ്മളും അങ്ങ് തുള്ളിപ്പോകുന്ന പോലെ തോന്നും ആ ചെണ്ടേൻ്റെ ആ ഒരു ഇതിൽ. നല്ല രസമായിരുന്നു. ഫസ്റ്റ് തന്നെ ചെണ്ടയായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ബാൻഡ് സെറ്റും അങ്ങനെയൊക്കെ വരുന്നത്.
പ്രദക്ഷിണം എല്ലാം ഇറങ്ങിയപ്പം ഞാനും ആൽഫയും കൂടെ പള്ളിയിലോട്ട് പോവാം കേട്ടോ. അമ്മച്ചീനെ നോക്കിക്കൊണ്ട് പോകും. അമ്മച്ചി പള്ളിയിൽ ഇരിപ്പുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോവാണ്. വന്നിട്ട് നമ്മൾ കുർബാന കൂടി പിന്നെ പ്രദക്ഷിണം ഇറങ്ങിയിട്ടാണ് പിന്നെ അങ്ങോട്ട് പോകുന്നത് കേട്ടോ. അപ്പം അതിന് മുന്നേ ഒരു ഐസ്ക്രീമൊക്കെ മേടിച്ച് കഴിച്ചു. അവിടെ ഇരുന്ന് ഐസ്ക്രീമെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ടാണ് ഇനി അമ്മച്ചീനെ തപ്പി പോകുന്നത് കേട്ടോ. അപ്പം അമ്മച്ചി പള്ളിയിലിരിപ്പുണ്ട്. പിന്നെ അവിടെ നമ്മളെ ഇങ്ങനത്തെ കടകളൊക്കെ ഉണ്ട് കേട്ടോ. ബലൂണും വളയും മാലയൊക്കെ വിൽക്കുന്ന കടകളും പിന്നെ രൂപങ്ങളൊക്കെ വിൽക്കുന്ന കടയൊക്കെ ഉണ്ട്. നമ്മളത് ഇങ്ങനെ ചുമ്മാ ഒന്ന് വീഡിയോ എടുത്താണ്. പിന്നെ എല്ലാവരും വന്നു കഴിഞ്ഞിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ നേരെ പള്ളിയിലോട്ട് പോവാണ്. കുറച്ച് പേരൊക്കെ ഉണ്ട്, കുറേ എല്ലാവരും ഒന്നും പോയിട്ടില്ല. പിന്നെ കഴിഞ്ഞെടുക്കാനും അങ്ങനെയൊക്കെ ഇപ്പോൾ തിരക്കില്ലല്ലോ, അപ്പോൾ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ വിളിച്ചതാണ് ചേട്ടാ. പിന്നെ അങ്ങോട്ട് കുറച്ച് ദൂരം നടക്കാനുണ്ട്. അതുകൊണ്ടല്ല, യാത്ര ചെയ്ത് വന്നതിൻ്റെ ഒരു ക്ഷീണം, മടുപ്പ്. ഡയറക്റ്റ് വരുമല്ലേ ചെയ്തത്, അതുകൊണ്ടാണ്. ആൽഫയ്ക്ക് രാവിലെ എക്സാം ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ പോകുന്നത്. അതുകൊണ്ട് അമ്മച്ചിയോട് ഇരിപ്പുണ്ട്. അമ്മച്ചിക്ക് ഇങ്ങനെ ഞങ്ങൾ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ ഒരു ചമ്മൽ പോലെ, അതുകൊണ്ടാണ് കേട്ടോ അങ്ങോട്ട് നോക്കിയിരിക്കുന്നത്. പിന്നെ ശരിയായി കേട്ടോ. അത് ഇച്ചിരി ഒരു ഇതുണ്ടാവും, അത് കഴിയുമ്പോൾ അമ്മച്ചി ഓക്കെ ആവും കേട്ടോ. പിന്നെ അമ്മച്ചിക്ക് പുറം വേദനയാണ്, അമ്മച്ചി ഇരിക്കുമായിരുന്നു കുറേ നേരമായില്ലേ. അങ്ങനെ അമ്മച്ചി ഇങ്ങനെ ഒത്തിരി നേരം ഇങ്ങനെ നിൽക്കുകയൊന്നുമില്ല. അതുകൊണ്ട് മടുത്തു, കാരണം സമയം കുറേ ആയില്ലേ. ഞങ്ങൾ കണ്ടുപിടിക്കാൻ പിന്നെ ബുദ്ധിമുട്ടൊന്നും ഇല്ലായിരുന്നു, ആളൊന്നും ഇല്ലാത്തതുകൊണ്ട് പെട്ടെന്ന് കണ്ടുപിടിച്ചു. എപ്പോഴും ഇരിക്കുന്ന ആ സ്ഥലത്ത് അമ്മച്ചി ഇരിപ്പുണ്ടായിരുന്നു. പിന്നെ എന്താ, നമ്മൾ രണ്ടുപേരും കഴുന്നൊക്കെ എടുത്ത് പള്ളിയിൽ കയറി പ്രാർത്ഥിച്ച്. ഇനി വരാനുണ്ടല്ലോ നമ്മുടെ ആൾക്കാർ, ചേച്ചിയും ചേട്ടായിയും അമലും ആൽബിനും എല്ലാം അവിടെ ഉണ്ട്. ഓരോരുത്തരായിട്ട് ഇനി കണ്ടുപിടിക്കണം. പിന്നെ പ്രദക്ഷിണം തിരിച്ചു വരും. പിന്നെ എന്തെങ്കിലുമൊക്കെ എല്ലാവർക്കും വിശപ്പും ദാഹമൊക്കെ തുടങ്ങി കേട്ടോ. പള്ളിയിലെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമ്മൾ താഴോട്ട് പോയിട്ടാണ്. അപ്പം ചേട്ടായി ഉപ്പിയോളയൊക്കെ മേടിച്ച് തന്നിട്ടുണ്ടായിരുന്നു. പഴയ പോലെ ഒന്നും ഇല്ല കേട്ടോ ഇപ്പം, അങ്ങനെ വളകളൊന്നും പഴയ നമ്മൾ പണ്ടത്തെ പോലത്തെ ഒന്നും. എന്നാലും പള്ളിപ്പെരുന്നാളിന് വള കിട്ടുമെന്ന് പറയുമ്പോൾ ഒരു രസമല്ലേ. പിന്നെ നമുക്ക് ബലൂൺ മേടിച്ച് തന്നു കേട്ടോ. ചേച്ചി ഇതാണ് മേടിച്ചത്. പിന്നെ ഞാൻ മറ്റേ ഇത് ചേച്ചിയുടെ. അപ്പം നമ്മൾ രണ്ടുപേർക്കും ബലൂൺ വേണമെന്ന് ഭയങ്കര ആഗ്രഹം. ബലൂണല്ല കേട്ടോ, ഇത് ചേച്ചീൻ്റെ കയ്യിലിരിക്കുന്നത് ചേച്ചി മേടിച്ച കേട്ടോ. പിന്നെ ഞാൻ മേടിച്ചത് ഒരു അപാര സാധനത്തിന് വേണ്ടി. അമ്മോ, അതിനെ ഒന്ന് പിടിച്ചു നോക്കണമെങ്കിൽ ഭയങ്കര പാടായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു എന്തിനാണോ ഞാനിത് മേടിച്ചതെന്ന്. പിന്നെ ഇതുണ്ടോ ചേട്ടാൻ്റെ കയ്യിലിരിക്കുന്ന ഈ സാധനം കേട്ടോ, ഇതിങ്ങനെ പോകും, നമ്മളിങ്ങനെ പിടിച്ചില്ലെങ്കിൽ ഒരൊറ്റ പോക്കാണ്. ഞാൻ ചേട്ടായിൻ്റെ കയ്യിൽ അത് കൊടുത്തു വിട്ടു, വണ്ടി കൊണ്ടുവയ്ക്കാം. പിന്നെ ചേട്ടാ പറഞ്ഞ കാരണം മുകളിൽ വെച്ചപ്പോൾ അത് എവിടെയോ പോയിന്ന്. പക്ഷെ അവിടെ തന്നെ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ, എനിക്ക് കിട്ടി. അതിനെ ഒരു കുരിശായിട്ട് ഞാൻ പിടിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് കേട്ടോ എൻ്റെ മുഖമൊക്കെ അങ്ങനെ ഇരിക്കുന്നത്. വേണ്ടായിരുന്നു ഞാൻ ചേച്ചിയോട് പറയായിരുന്നു. ഇതാണ് കണ്ടോ, നല്ല രസമല്ലേ പെരുന്നാൾ എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ്. കുടുംബത്തോടൊപ്പം ഇങ്ങനെ കടകളിലെല്ലാം കയറി ഇറങ്ങി അതും ഇതൊക്കെ മേടിച്ച് നടക്കുക. പള്ളിപ്പെരുന്നാൾ കഴിയുമ്പോൾ കേട്ടോ, പെരുന്നാളിന് മുന്നേ അല്ലേ, അതെല്ലാം കഴിഞ്ഞ് ചായയെല്ലാം കുടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഒരു കൊതി വന്നു. എന്താ വെച്ചാൽ നമ്മുടെ സിപ്പപ്പ് കണ്ടപ്പം അത് വേണമെന്ന് വെച്ചു. അത് എന്താ ചിക്കുവിൻ്റെ ആയിരുന്നു കേട്ടോ. ഞാനും ചേട്ടായും, മനോജ് ചേട്ടായി അല്ല ചേട്ടായും കൂടിയാണ് കഴിക്കുന്നത്.